ഹായ് എവരി വൺ, വെൽക്കം ടു പത്മിനീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ ചെയ്ത ഡിഷിനെല്ലാം നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും നന്ദി. ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കണ്ടേ? ഇന്നൊരു അടിപൊളി മട്ടൺ റോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അത് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിന്. അത് ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല ഡിഷാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മട്ടൺ ചെറിയ പീസുകളാക്കി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. 3 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് ഇഞ്ചി, 20 വെളുത്തുള്ളി അല്ലി, 4 മീഡിയം സൈസ് തക്കാളി, ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് 25 അല്ലി, സവാള മീഡിയം സൈസ് 2 എണ്ണം കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗരം മസാല പൗഡർ 1.5 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, അതിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 5-7 ടേബിൾ സ്പൂൺ എടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് നമ്മൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ബൗൾ എടുത്തിട്ട് അതിലിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരഞ്ഞ് കിട്ടണം. നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ അടിക്കാൻ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പാൻ ചൂടായിരിക്കുന്ന പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് തക്കാളി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നോക്കി, ഇതുപോലെ അരഞ്ഞു കിട്ടണം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റീലിൻ്റെ പാനാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുറച്ചും കൂടി ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും. അത് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും സവാള അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഇത്തിരി നമുക്ക് കുറച്ച് വയ്ക്കാം. ഇത് ഒരുപാട് മൂക്കണ്ട, ഒരു പകുതി മൂപ്പായാൽ മതി. ഇപ്പോൾ ഏകദേശം പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ക്ഷമിക്കണം, മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ടത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ഇതുപോലെ ഈ നിറത്തിൽ വരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മുളക് പൊടിയാണെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുളകിൻ്റെ പച്ചമണം ഒക്കെ മാറി നന്നായിട്ട്, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. അത് ഇപ്പോൾ മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പാകത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി അതും പാകത്തിന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മസാലകളും ഏകദേശം നല്ല പാകമായി വന്നു. ഇനി നമുക്കിതിലേക്ക് മട്ടൺ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ പാകമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം.
പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി അത് കുറച്ച് നേരം വഴറ്റണം. അതുമ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. എല്ലാ മസാലകളുടെ എല്ലാത്തിൻ്റെ മണം വരുന്നുണ്ട്. ഒരുമാതിരി എല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ഗരം മസാല അങ്ങനെ മൂക്കേണ്ട കാര്യമൊന്നുമില്ല. ഗരം മസാല നമ്മൾ ഇടുന്നത് നല്ലതായിരിക്കണം കേട്ടോ. അത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിതെല്ലാം കുക്കറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത് മാത്രമാണ്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 4 സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഫുൾ കുക്കായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇനി പാനിലിട്ട് ഒരുപാട് നേരം വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പാനിലേക്ക് മാറ്റാം. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് നമുക്ക് ഒരു നന്നായി ഇളക്കി വരട്ടിയെടുക്കണം. ഇങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി ഇത് വരട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം നെയ്യൊക്കെ തെളിഞ്ഞ് തുടങ്ങി കറക്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരിത്തിരി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ടില്ല. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക. അത് നെയ്യിട്ട് കഴിയുമ്പോഴേക്കും ഒരു നല്ല മണവും അത് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒന്ന് നന്നായി ഇളക്കി എല്ലാം കൂടി മിക്സായി നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് നേരം മൂടിയിരുന്നതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് വിളമ്പാൻ പോകുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.